നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. ഉടൻ വരുന്നു 3 ഉപതെരഞ്ഞെടുപ്പുകൾ. ജനത്തിന്റെ നികുതിപ്പണം പാഴാക്കാൻ രാഷ്ട്രീയക്കാരുടെ അഭ്യാസങ്ങൾ. മന്ത്രിയും MLAയും ലോകസഭയിലേക്ക്. കേരളത്തിൽ വലിയ രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസിനും CPM-നും എന്നല്ല, ചെറു പാർട്ടികൾക്ക് പോലും നേതാക്കന്മാരുടെ ഒരു ക്ഷാമവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഏതെങ്കിലും ഒരു പദവി ഒഴിവ് വന്നാൽ അത് മോഹിച്ചു നടക്കുന്ന നേതാക്കളാണ് എല്ലാ പാർട്ടികളിലും ഉള്ളത്. ഇതൊക്കെയാണെങ്കിലും ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സ്ഥാനമാനങ്ങളുള്ള നേതാക്കളെ തന്നെ തെരഞ്ഞുപിടിച്ച് വീണ്ടും മത്സര രംഗത്ത് ഇറക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പതിവ് അഭ്യാസങ്ങൾ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെട്ടു. പലരും പരാജയപ്പെട്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ആൾക്കാർ ചിലർ സ്വാഭാവികമായും നിലവിലെ പദവികൾ രാജിവെച്ച് ലോകസഭയിലേക്ക് പോകേണ്ടി വരും. ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ച രാധാകൃഷ്ണൻ നിലവിൽ MLAയും മന്ത്രിയുമാണ്. അതുപോലെ തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ നിന്നുമുള്ള നിയമസഭാ അംഗമായി ഇപ്പോൾ വടകരയിൽ ജയിച്ചു വന്ന ഷാഫി പറമ്പിൽ. ഇവർ പ്രതിനിധീകരിച്ച നിയമസഭാ മണ്ഡലങ്ങളിൽ ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ വരും. മാത്രവുമല്ല, വയനാട്ടിൽ രണ്ടാമതും മത്സരത്തിനെത്തിയ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ മണ്ഡലം നിലനിർത്തുകയും വയനാട് പ്രാതിനിധ്യം രാജിവെക്കുകയും ചെയ്യാനാണ് സാധ്യത. ഇങ്ങനെ ഉണ്ടായാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അങ്ങനെ ഒരു ലോക്സഭാ സീറ്റിലേക്കും 2 നിയമസഭാ സീറ്റിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ ഉടൻ തന്നെ വന്നു ചേരും. ഇത്തരം അഭ്യാസങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്കെല്ലാം വരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവും രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കായി ചെലവാക്കുന്ന തുകയും പാഴായി മാറുന്നത് എന്നത് രാഷ്ട്രീയ നേതാക്കൾ ചിന്തിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവർ പ്രവർത്തിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും ചെലവാക്കുന്ന തുക പൊതുജനത്തിന്റെ നികുതിപ്പണമാണ് എന്ന കാര്യവും നേതാക്കൾ മറക്കരുത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പതിവുകളും ഉപേക്ഷിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി MLAമാരെയും മന്ത്രിമാരെയുമാണ് സ്ഥാനാർത്ഥികൾ ആക്കി അവതരിപ്പിച്ചത്. ശക്തമായ മത്സരമൊരുക്കാനും തെരഞ്ഞെടുപ്പിൽ എളുപ്പം ജയിക്കാനും എന്നൊക്കെയാണ് CPM-ന്റെ നേതാക്കൾ പറഞ്ഞിരുന്നതെങ്കിലും ഈ അനാവശ്യ ഏർപ്പാട് തിരിച്ചറിഞ്ഞ ജനം കനത്ത തിരിച്ചടി നൽകി എന്നതാണ് വാസ്തവം. കേരളത്തെ പോലെ നേതാക്കളുടെ തള്ളലുള്ള ഒരു സംസ്ഥാനവും രാജ്യത്തില്ല. എല്ലാ പാർട്ടികളിലും മിടുക്കന്മാരും കരുത്തന്മാരായ നിരവധി നേതാക്കളുണ്ട്. പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കേണ്ടതിന് പകരം ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അവിടെയെല്ലാം കയറി മത്സരിക്കാൻ ഒരു മടിയും കാണിക്കാത്ത കുറെ നേതാക്കളാണ് ജനങ്ങൾക്ക് ഉപദ്രവമായി മാറിക്കൊണ്ടിരിക്കുന്നത്. CPM-ലും കോൺഗ്രസ് പാർട്ടിയിലും ഈ ഏർപ്പാട് സ്ഥിരമായി തുടരുകയാണ്. കോൺഗ്രസിനെ പോലെ ഇത്രയധികം നേതാക്കന്മാരുടെ പെരുപ്പമുള്ള ഒരു പാർട്ടി പാലക്കാട് MLAയെ തന്നെ തെരഞ്ഞെടുപ്പിടിച്ച് വടകരയിൽ മത്സരിപ്പിച്ചത് എന്തിനെ എന്ന് ചോദ്യം അവശേഷിക്കുകയാണ്. അവിടെ സിറ്റിംഗ് MP ആയിരുന്ന മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റി ആ സീറ്റ് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് കോൺഗ്രസിന് ചുക്കാൻ പിടിക്കുന്ന നേതാക്കൾ ഉണ്ടാക്കി വെച്ചത്. ഇതിന്റെ ആവർത്തനം തന്നെയാണ് ഇടതുമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM എന്ന പാർട്ടിയുടെ നേതാക്കളും സ്വീകരിച്ചത്. നിലവിൽ MLAയും മന്ത്രിയുമായ രാധാകൃഷ്ണനെ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അദ്ദേഹം ജയിച്ചു വന്ന ചേലക്കര അസംബ്ലി മണ്ഡലം ഇനി ഒഴിവുവരുന്ന സാഹചര്യം ഉണ്ടാകും. അതോടുകൂടി അവിടെ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥിതിയും വരും. ഈ തെരഞ്ഞെടുപ്പ് ചെലവുകളും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും പോകുന്നു എന്നത് നേതാക്കന്മാർ ഓർക്കേണ്ട കാര്യമാണ്. ഏത് തെരഞ്ഞെടുപ്പിലും മുന്നിലേക്ക് കടന്നു വരുന്ന സ്ഥാനാർത്ഥികളുടെ വലിപ്പവും കേമത്വവും മാത്രമല്ല വോട്ടർമാർ ശ്രദ്ധിക്കാറുള്ളത്. അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന ശൈലിയും ജനങ്ങളോട് കാണിക്കുന്ന പെരുമാറ്റവും നിരീക്ഷിച്ചുകൊണ്ടാണ് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുവാൻ തയ്യാറാകുന്നത്. അപ്പോൾ നിലവിൽ നേതൃനിരയിൽ നിൽക്കുകയും ഏതെങ്കിലും പദവിയിൽ ഇരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ തന്നെ വീണ്ടും പുതിയ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളായി വരുമ്പോൾ അത് ജനങ്ങളെ മടുപ്പിക്കും എന്ന കാര്യം ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയാം. എല്ലാ പാർട്ടിയിലും നിരവധിയായ നേതാക്കന്മാർ യോഗ്യതയുള്ളവർ നിലവിൽ നിൽക്കുമ്പോൾ പുതിയ ആൾക്കാർക്ക് അവസരം നൽകാതെ സ്ഥിരം നാടക അഭിനേതാക്കളെ ഓരോ മാറുന്ന അരങ്ങുകളിലേക്കും അഭിനയിപ്പിക്കാൻ വേഷമിട്ട് നിർത്തുന്നത് ജനം ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് ഇനിയെങ്കിലും എല്ലാ പാർട്ടിയിലെയും നേതാക്കൾ തിരിച്ചറിയണം. നന്ദി.